Hi and welcome back. This is part 3 of Module 4 Intelligence and Creativity. അപ്പോൾ ഇനി നമുക്ക് ഹയറാർക്കിക്കൽ മോഡലാണ് നമുക്ക് ഇവിടെ ശരിക്കും നോക്കാനുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ സ്ട്രേറ്റ് ടു ദ ഡീറ്റെയിൽസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് ഹയറാർക്കിക്കൽ മോഡൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം ഫസ്റ്റ് സെക്ഷൻ പ്രൈമറിലി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ചാൾസ് പിയമന്റെ മോഡലാണ്. ചാൾസ് പിയമന്റെ മോഡലിൽ ജനറൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ജി ഫാക്ടർ സിറ്റ്സ് അറ്റ് ദ ടോപ്പ്. അതാണ് അതിൻ്റെ ആ ഒരു പ്രത്യേകത. ആൻഡ് ഇറ്റ് ഇൻഫ്ലുവൻസസ് എ റേഞ്ച് ഓഫ് ബ്രോഡ് ആൻഡ് സ്പെസിഫിക് കോഗ്നിറ്റീവ് എബിലിറ്റി. ആൻഡ് സ്പിയമന്റെ മോഡൽ ശരിക്കും ഇറ്റ് ഇന്ററാക്ട്സ് ബോത്ത് ദ ജി ഫാക്ടർ ആൻഡ് സ്പെസിഫിക് എബിലിറ്റീസ് ഇൻ ദ ഹയറാർക്കിക്കൽ സ്ട്രക്ചർ വിത്ത് ജനറൽ ഇന്റലിജൻസ് ഇൻഫ്ലുവൻസിങ് ഓവറോൾ കോഗ്നിറ്റീവ് പെർഫോമൻസ്. അപ്പൊ എന്താണ് ശരിക്കും നമ്മൾ എന്താ പറയേണ്ടത്, ഈ ഒരു ഹയറാർക്കിക്കൽ മോഡൽ നമ്മൾ ചാൾസ് പിയമന്റെ മോഡൽ എന്ന് ശരിക്കും പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഹയറാർക്കിക്കൽ മോഡൽ ശരിക്കും നമ്മെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം നമ്മളോട് പറയുന്നത് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇസ് ഓർഗനൈസ്ഡ് ഇൻ എ സ്ട്രക്ചേർഡ് ലെയേർഡ് ഫോർമാറ്റ്. അപ്പൊ ലെയർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, താഴെ ഒന്ന് മുകളിൽ വീണ്ടും ഒന്ന് വീണ്ടും അങ്ങനെ ഒരു ലെയേർഡ് ഫോർമാറ്റിൽ വരും എന്നാണ് പറയുന്നത്. ഈ മോഡൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നമ്മുടെ ജി ഫാക്ടർ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് കുറെ കൂടെ സ്പെസിഫിക് എബിലിറ്റീസുമായിട്ട് ജി ഫാക്ടറിനെ ഇന്റഗ്രേറ്റ് ചെയ്ത്. അപ്പൊ നമുക്കറിയാം ഇവിടെ എബിലിറ്റീസ് ഉണ്ട്, ഇവിടെ ജി ഫാക്ടറും ഉണ്ട്. അപ്പോൾ ജി ഫാക്ടറിനെ ഈ സ്പെസിഫിക് എബിലിറ്റീസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് അതിൽ നിന്ന് നമുക്ക് കുറെ കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് കിട്ടുകയാണ്. എങ്ങനെ ഈ കോഗ്നിറ്റീവ് എബിലിറ്റീസ് തങ്ങളിൽ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ് അവിടെ നമുക്ക് കിട്ടുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ഹയറാർക്കിയുടെ ഏറ്റവും മുകളില് ജി ഫാക്ടർ തന്നെയാണ്. അപ്പൊ ജി ഫാക്ടർ വരുമ്പോഴത്തേക്ക് എന്താ, ജനറൽ കോഗ്നിറ്റീവ് എബിലിറ്റിയെ തന്നെയാണ് ശരിക്കും അവിടെ കാണിക്കുന്നത്. ഹയറാർക്കിക്കൽ മോഡൽ, ഹയറാർക്കി എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും മുകളില് താഴെ അതിന്റെ താഴെ അങ്ങനെ വരണം. അപ്പൊ ഇവിടെ പറയുന്നത് ജി ഫാക്ടർ തന്നെയാണ് അതിന്റെ ഏറ്റവും മുകളിലുള്ളത്. അപ്പൊ ജനറൽ കോഗ്നിറ്റീവ് എബിലിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. So this is followed by broad abilities like verbal ability വരും, മാത്തമാറ്റിക്കൽ എബിലിറ്റി വരും, സ്പേഷ്യൽ ഇന്റലിജൻസ് വരും. അങ്ങനെ ഒരു ബ്രോഡ് സ്കോപ്പ് ഓഫ് എബിലിറ്റീസും കൂടെ അതിന്റെ താഴേക്ക് വരുന്നു. ആൻഡ് ഫൈനലി കുറെ കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽസ് അവിടെ വരും. ആൻഡ് ഈ സ്കിൽസ് ആണ് ശരിക്കും ഒരു പെർട്ടിക്കുലർ ടാസ്കിനെ ചെയ്യുന്നതിനുള്ള നമ്മുടെ ആ ഒരു പെർഫോമൻസിനെ സ്വാധീനിക്കുന്നത്. അപ്പൊ ഈ ഒരു ലെയേർഡ് മോഡൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത് ആ ഒരു ജനറൽ കോഗ്നിറ്റീവ് കപ്പാസിറ്റിയും ഉൾപ്പെടുത്തുന്നുണ്ട്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ കഴിവുകൾ, നമ്മുടെ കമ്പീറ്റൻസീസിനെ അവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു മൾട്ടി ഡയമെൻഷനൽ അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ എന്താ പറയേണ്ടത്, ഈ ഒരു ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, ആൻഡ് അതിനുശേഷം നമ്മൾ പോകുന്നത് വിൽ ബി ഓൺ ദി വേർണൻസ് ഹയറാർക്കിക്കൽ മോഡൽ. വേർണന്റെ ഹയറാർക്കിക്കൽ മോഡൽ. അപ്പൊ ഇത് രണ്ടും ഹയറാർക്കിക്കൽ മോഡൽ തന്നെയാണ്. രണ്ടും തങ്ങളിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ എന്താ പറയേണ്ടത്, ആ ഒരു മോഡലും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. കാരണം നമ്മുടെ സിലബസിൽ ഹയറാർക്കിക്കൽ മോഡൽ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആരുടെ ഹയറാർക്കിക്കൽ മോഡലാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് സിലബസിൽ പറയാത്തത് കൊണ്ട് ഈ രണ്ട് മോഡലും ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. സോ ദാറ്റ് വി ആർ ഓൺ ദ സേഫ് സൈഡ്. അപ്പോൾ ഫിലിപ്പ് ഇ വേർണൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. He actually expands ഈ സ്പിയർമാന്റെ ഐഡിയ അദ്ദേഹം ശരിക്കും എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരിക. അപ്പൊ സ്പിയർമാന്റെ ഐഡിയ എക്സ്പാൻഡ് ചെയ്ത് അദ്ദേഹം എന്താ ചെയ്തത്, ഒരു അതിനകത്ത് ഇന്റർമീഡിയറ്റ് ലെവൽസ് ഓഫ് ബ്രോഡ് എബിലിറ്റീസ് കൊണ്ടുവന്നു. അത് ഏകദേശം സെയിം തന്നെയാണ്, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ഈ ഇന്റർമീഡിയറ്റ് ലെവൽസ് ഓഫ് ബ്രോഡ് എബിലിറ്റീസ് എന്ന് പറയുന്നത് വെർബൽ, മെക്കാനിക്കൽ അല്ലെങ്കിൽ സ്പേഷ്യൽ ഇന്റലിജൻസ്, സ്ലൈറ്റ്ലി ഡിഫറെന്റ്. നേരത്തെ നമ്മൾ പറഞ്ഞതുമായിട്ട് ഏകദേശം ശരി തന്നെയാണ് അല്ലേ. വെർബൽ, മെക്കാനിക്കൽ അല്ലെങ്കിൽ സ്പേഷ്യൽ, ഇത് കൊണ്ടുവന്നത് ബിറ്റ്വീൻ ദ ജി ഫാക്ടർ ആൻഡ് സ്പെസിഫിക് എബിലിറ്റീസ്. അപ്പോൾ സ്പെസിഫിക് എബിലിറ്റീസ് ഒരു സ്ഥലത്ത് നിൽക്കുന്നു, ജി ഫാക്ടർ മറ്റൊരു സ്ഥലത്ത് നിൽക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഈ വെർബൽ, മെക്കാനിക്കൽ അല്ലെങ്കിൽ സ്പേഷ്യൽ ഇന്റലിജൻസ് അവിടെ കൊണ്ടുവന്നേ, അല്ല എബിലിറ്റീസ് അവിടെ കൊണ്ടുവന്നു. അപ്പൊ വേർണന്റെ മോഡൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ ഡീറ്റെയിൽഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഡീറ്റെയിൽഡ് ആണെന്ന് പറയാനുള്ള കാരണം ഒരു മൾട്ടി ലെവൽ ഹയറാർക്കി ഇവിടെ വരുന്നു. അപ്പൊ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു ഹയറാർക്കി മോഡലിൽ എന്താണ് നമ്മൾ കാണുന്നത്, ഈ സ്പിയർമാന്റെ മോഡൽ നമ്മൾ കാണുവാണെന്നുണ്ടെങ്കിൽ ഒരു മൾട്ടി ലെവൽ ഓഫ് ഹയറാർക്കി അവിടെ വരുന്നില്ല. ഇതിനകത്ത് മൾട്ടിപ്പിൾ ഹയറാർക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
ഇത് ജനറൽ ഇന്റലിജൻസ് മുതൽ തുടങ്ങി ഡൗൺ ടു സ്പെസിഫിക് ടാസ്ക് റിലേറ്റഡ് എബിലിറ്റീസ് എന്ന് പറയാം. അല്ല, മറ്റതിനും മൾട്ടിപ്പിൾ ലെവൽസ് തന്നെ ഉണ്ടെന്ന് കാണാം. അപ്പൊ ഈ രണ്ട് മോഡൽസും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ഓർഗനൈസ് ഇന്റലിജൻസ് ഇൻ ടു എ ഹയറാർക്കി. പക്ഷേ അതിന്റെ കോംപ്ലക്സിറ്റിയിൽ ആണ് അവിടെ ആ ഡിഫറൻസ് വരുന്നത് രണ്ട് മോഡൽസിലും. സോ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മോഡൽസിന്റെയും അണ്ടർസ്റ്റാൻഡിങ് നമുക്കായി. പക്ഷേ ആ ഡിഫറൻസ് വരുന്നത് കോംപ്ലക്സിറ്റിയിലും നമ്പർ ഓഫ് ലെയേഴ്സിലുമാണ്. അവർ രണ്ടു കൂട്ടരും പ്രൊപ്പോസ് ചെയ്യുന്ന ലെയേഴ്സിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പം സ്പിയർമാൻ്റെ അത് കുറെ കൂടെ ബേസിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവരുടെ ഫോക്കസ് വരുന്നത് ഇസ് ഓൺ ദ ജി ഫാക്ടർ ആൻഡ് സ്പെസിഫിക് എബിലിറ്റീസ്. അപ്പൊ ജി ഫാക്ടറിലും സ്പെസിഫിക് എബിലിറ്റീസിലുമാണ് സ്പിയർമാൻ്റെ പ്രധാന ഫോക്കസ് അവിടെ വരുന്നത്. വേണൻ അവിടെ ശരിക്കും ഒരു അഡീഷണൽ ഇന്റർമീഡിയറ്റ് ലെവൽ ഓഫ് ജനറൽ എബിലിറ്റീസ് അവിടെ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ എബിലിറ്റീസിന്റെ ഒരു അഡീഷണൽ ലെവൽ വേണൻ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാന ഡിഫറൻസ് നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കിയത്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ് അല്ലേ. ഇനി നമുക്ക് സ്പിയർമാൻ്റെ ആ ഒരു ഹയറാർക്കിക്കൽ മോഡലിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഓൾറെഡി ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇന്റലിജൻസിനെ ലെയേഴ്സിലേക്ക് ആക്കുന്നത്. അപ്പോൾ കമ്പൈനിങ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് സ്പെസിഫിക് എബിലിറ്റീസ്. ഇപ്പൊ ജനറൽ ഇന്റലിജൻസിനെയും സ്പെസിഫിക് എബിലിറ്റീസിനെയും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ഹയറാർക്കി അവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ ജനറൽ ഇന്റലിജൻസ് മുകളിൽ വരുന്ന, അതിനുശേഷം ഈ ബ്രോഡ് എബിലിറ്റീസ് അവിടെ വരുന്നത്. എന്തൊക്കെയാ? വെർബൽ, മാത്തമാറ്റിക്കൽ, സ്പേഷ്യൽ ആൻഡ് സ്പെസിഫിക് സ്കിൽസ് അതിന്റെ ഏറ്റവും താഴെ നമുക്ക് വേണമെങ്കിൽ വെക്കാമെന്ന് പറയാം. അപ്പൊ ഈ ഒരു മോഡൽ ഒരു മൾട്ടി ഡയമെൻഷനൽ വ്യൂ അവിടെ തരുന്നു. ആ ഒരു ഓവറോൾ കോഗ്നിറ്റീവ് കപ്പാസിറ്റിയും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്താ പറയണ്ടേ കമ്പീറ്റൻസീസ്. ഇനി നമുക്ക് ഇതിലേക്ക് കിടക്കാം. അതായത് എന്തൊക്കെയാണ് ഈ ഒരു ഹയറാർക്കിക്കൽ മോഡലിലുള്ള കീ കമ്പോണൻസ് എന്നുള്ളത്. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ ഇന്റലിജൻസ് തന്നെയാണ് ഇതിന്റെ മെയിൻ കമ്പോണന്റ്, അല്ലെങ്കിൽ ജി ഫാക്ടർ തന്നെയാണ് ഇതിന്റെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പൊ ജി ഫാക്ടർ മുകളിൽ. നമ്മൾ രണ്ടാമത്തെ തിയറി നമ്മൾ നോക്കിയാലും ഇറ്റ്സ് ഓൾമോസ്റ്റ് ദ സെയിം സ്ട്രക്ചർ. വലിയ ഡിഫറൻസ് അവിടെ ഇല്ല. ഒരു പക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് ആദ്യം സ്പിയർമാൻ പ്രൊപ്പോസ് ചെയ്തു എന്നുള്ളത്. പക്ഷെ ചെറിയ ചേഞ്ചസ് ഇല്ലാതെ മറ്റൊരു തിയറി എന്നും പറഞ്ഞ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ലല്ലോ. അപ്പോൾ ഈ ജി ഫാക്ടർ എന്തിനാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു വ്യക്തിയുടെ ഓവറോൾ കോഗ്നിറ്റീവ് കപ്പാസിറ്റിയെ ഇവിടെ അത് ജി ഫാക്ടർ കാണിക്കുന്ന അല്ലേ. ആൻഡ് ഈ ജി ഫാക്ടർ ആണ് എന്താ പറയേണ്ടത്, പല തരത്തിലുള്ള ഇന്റലക്ച്വൽ ടാസ്കുകൾ ചെയ്യുന്നത് ഈ ജി ഫാക്ടർ ഉള്ളത് കൊണ്ട് എന്നുള്ളത്. ആദ്യം സ്പിയർമാൻ പ്രൊപ്പോസ് ചെയ്തു. ആൻഡ് സ്പിയർമാൻ എന്തുകൊണ്ട് ഇത് ഇവിടെ ചെയ്തു, അല്ലെങ്കിൽ വാട്ട് മേഡ് ഹിം ഡു ഇറ്റ്, അല്ലെങ്കിൽ എന്ത് ഡിഫറൻസ് ഇവിടെ കണ്ട് ഇതിന് മുന്നത്തെ തിയറീസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ he noticed that people who perform well in one cognitive domain tend to perform well in others. അപ്പൊ അതിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ ഒരു ഐഡിയ വന്നത്. അതായത് ഒരു സ്പെസിഫിക് ഡൊമൈനിൽ നല്ലതായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മറ്റ് ഡൊമൈൻസിലും ആ ഒരു വ്യക്തിക്ക് ഈ പ്രവർത്തനം നല്ല രീതിയിൽ കാഴ്ചവെക്കാനുള്ള ഒരു പ്രവണത അദ്ദേഹം അവിടെ കണ്ടു എന്നുള്ളതാണ്. അതിൽ നിന്നാണ് ശരിക്കും അദ്ദേഹം പറഞ്ഞത് ജനറൽ ഇന്റലിജൻസ് ഉണ്ട് എന്നും ഈ ജനറൽ ഇന്റലിജൻസ് ആണ് ശരിക്കും ആ ഒരു വൈഡ് റേഞ്ച് ഓഫ് ടാസ്ക് അല്ലെങ്കിൽ അക്രോസ് ഡൊമൈൻസിൽ ഈ ജനറൽ ഇന്റലിജൻസ് തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം എത്തിച്ചേരാനുള്ള ആ ഒരു നിഗമനം ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഡിഫറെന്റ് ടാസ്ക് എന്ന് പറയുന്നത്? റീസണിങ് വരാം, മെമ്മറി വരാം, പ്രോബ്ലം സോൾവിങ് വരാം, കോംപ്രിഹെൻഷൻ ഇസ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അല്ലേ. അപ്പോ ഈ ജി ഫാക്ടറിന്റെ എന്തോ പറയേണ്ടത് കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇതിനകത്തെ കീ ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്തൊന്ന് നോക്കുകയാണെങ്കിൽ, അപ്പോൾ സിംഗിൾ കൊഗ്നിറ്റീവ് എബിലിറ്റി ഇൻഫ്ലുവൻസിങ് ഓൾ ഇന്റലക്ച്വൽ ടാസ്ക്സ് എന്നുള്ളതാണ് ശരിക്കും അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു സിംഗിൾ കൊഗ്നിറ്റീവ്, അതാണല്ലോ നമ്മുടെ ജി ഫാക്ടർ എന്ന് പറയുന്നത്. എല്ലാ ഇൻഡിവിജ്വൽ ടാസ്കുകൾ ചെയ്യുന്നതിനും ഈ സിംഗിൾ ജി ഫാക്ടർ ആണെന്നാണ്. സോ ദിസ് എക്സ്പ്ലെയിൻസ് ദ പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോഗ്നിറ്റീവ് ടെസ്റ്റ്. അപ്പൊ കോഗ്നിറ്റീവ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ മെമ്മറി ടെസ്റ്റ്, ഇന്റലിജൻസിന്റെ ടെസ്റ്റുകൾ നമ്മൾ നടത്തുവാണെന്നുണ്ടെങ്കിൽ പല ഡൊമൈനിൽ ഒരേപോലെ ഹയർ ആയിട്ട് പെർഫോം ചെയ്യുന്നവർക്ക്, ഒരു ഏരിയയിൽ നല്ലതുപോലെ പെർഫോം ചെയ്യാൻ കഴിയുന്നവർക്ക് മറ്റ് ഏരിയാസിൽ നല്ലതുപോലെ പെർഫോം ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. അത് ഈ ഒരു കാരണം കൊണ്ടാണ്. കാരണം അദ്ദേഹം പറയുന്നത് ഒരു സിംഗിൾ കോഗ്നിറ്റീവ് എബിലിറ്റി ആണുള്ളത്, അതുകൊണ്ടാണ് അവർക്ക് വ്യത്യസ്തമായ ഡൊമൈനിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നത് എന്നുള്ളത്.
ആൻഡ് അദ്ദേഹം ഈ പറയുന്നതനുസരിച്ച് ജി ഫാക്ടറിനെ ശരിക്കും മെഷർ ചെയ്യുന്നത്, or rather it is measured in intelligence test. G factor intelligence testil measure ചെയ്യുന്നു and is thought to reflect overall mental capacity. അപ്പൊ ജി ഫാക്ടർ അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് ജി ഫാക്ടർ മെഷർ ചെയ്യുവാണെങ്കിൽ, ജനറൽ ഇന്റലിജൻസ് മെഷർ ചെയ്യുവാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഓവറോൾ ഇന്റലക്ച്വൽ കപ്പാസിറ്റി നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളത്. അപ്പൊ ഇവിടെ സിംഗിൾ കോഗ്നറ്റീവ് എബിലിറ്റി, പിന്നെ പറയുന്നത് ബ്രോഡ് എബിലിറ്റീസിന്റെ കാര്യമാണ്. അപ്പൊ ബ്രോഡ് എബിലിറ്റീസ്, അപ്പൊ ജി ഫാക്ടറിനെ ഏറ്റവും മുകളിൽ വെച്ച് അതിന്റെ താഴെ നമുക്ക് ഈ ഒരു ബ്രോഡ് എബിലിറ്റീസ് വരും. അപ്പൊ ബ്രോഡ് എബിലിറ്റീസിനെ 3 കാറ്റഗറി ആക്കി മാറ്റിയിട്ടുണ്ട്. ഒന്ന് വേർബൽ എബിലിറ്റി. സോ വേർബൽ എബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ലാംഗ്വേജ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ മാത്തമാറ്റിക്കൽ എബിലിറ്റി, അപ്പോ എന്താ പറയേണ്ടത്, ന്യൂമറിക്കൽ ഓപ്പറേഷൻസ് നടത്തുക, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് കഴിയുക, മാത്തമാറ്റിക്കൽ എബിലിറ്റി. പിന്നെ വരുന്നത് സ്പേഷ്യൽ എബിലിറ്റിയാണ്. സ്പേഷ്യൽ എബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ദ എബിലിറ്റി ടു വിഷ്വലൈസ് ആൻഡ് മാനിപ്പുലേറ്റ് ഓബ്ജക്ട്സ്. സ്പേഷ്യൽ എബിലിറ്റി എന്താണെന്ന് നമുക്കറിയാം. ആ ഹോൾ റൂമിനകത്ത് നടക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എങ്ങനെയും തട്ടയും മുട്ടയും ചെയ്യാതെ നമുക്ക് കൃത്യമായിട്ട് നടന്നു പോകാൻ കഴിയുന്നത് നമ്മുടെ ആ ഒരു സ്പേഷ്യൽ എബിലിറ്റി വരുന്നത് കൊണ്ട്. അപ്പൊ ജി ഫാക്ടർ മുകളില്, ബ്രോഡ് എബിലിറ്റീസ് അതിന്റെ താഴെ. അപ്പൊ ഈ 3 ബ്രോഡ് എബിലിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നത് ജി ഫാക്ടർ. അപ്പൊ വേർബൽ എബിലിറ്റി ആ വ്യക്തിക്ക് നല്ലതാണെങ്കിൽ ആ വ്യക്തിയുടെ മാത്തമാറ്റിക്കൽ എബിലിറ്റി നല്ലതായിരിക്കും, സ്പേഷ്യൽ എബിലിറ്റി നല്ലതായിരിക്കും എന്ന നിഗമനത്തിലാണ് ശരിക്കും അദ്ദേഹം ഇവിടെ നിൽക്കുന്നത്. ആൻഡ് ഈ ബ്രോഡ് എബിലിറ്റീസ് ആക്ച്വലി ദിസ് എക്സ്പ്ലെയിൻസ് വൈ സം ഇൻഡിവിജ്വൽസ് മേ എക്സൽ ഇൻ സർട്ടൻ ഡൊമെയിൻസ് ആൻഡ് മറ്റ് ഡൊമെയിൻസിൽ അവർ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് പെർഫോമൻസ് കാണിക്കും. ഈ സെയിം പ്രക്രിയ തിരിച്ചും വരാം എന്നുള്ളതാണ്. വേർബൽ എബിലിറ്റി കൂടുതലായിരിക്കും, പക്ഷെ മാത്തമാറ്റിക്കൽ എബിലിറ്റി സ്മോൾ ആയിട്ട് വരാം. ഇനി ഈ വേർബൽ എബിലിറ്റിയുടെ തന്നെ കീ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ സ്പെസിഫിക് എബിലിറ്റീസ്, വേർബൽ എബിലിറ്റി ശരിക്കും പറഞ്ഞാൽ വേർബൽ എബിലിറ്റി അല്ലല്ല, ഈ ബ്രോഡ് എബിലിറ്റീസിന്റെ കീ ഫാക്ടേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ബ്രോഡ് എബിലിറ്റീസ് ശരിക്കും എന്താ കാണിക്കുന്നത്, ഡൊമെയിൻ സ്പെസിഫിക് ആയിട്ടുള്ള ഇന്റലിജൻസ്, അതല്ലേ വേർബൽ, മാത്തമാറ്റിക്കൽ, സ്പേഷ്യൽ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആൻഡ് ഈ എബിലിറ്റീസ് ആണ് ഈ ഹയറാർക്കിക്കൽ മോഡലിൽ അതിന്റെ മിഡിൽ ലെയർ ആയിട്ട് മാറുന്നത്. സ്പെസിഫിക് എബിലിറ്റീസ് ഇനി അതിന് താഴേക്ക് വരും. ഇപ്പൊ സ്പെസിഫിക് എബിലിറ്റീസിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇത് കുറെ കൂടെ നാരോ ഡൗൺ ചെയ്തു. ബ്രോഡ് എബിലിറ്റീസിൽ നിന്ന് നമ്മൾ വെട്ടിമാറ്റി നമ്മൾ ആ ഒരു സ്പെസിഫിക്കിലേക്ക് നമ്മൾ അവിടെ എത്തി എന്നുള്ളത്. അപ്പൊ ഈ സ്പെസിഫിക് എബിലിറ്റീസ് എന്ന് പറയുന്നത് അതിന്റെ ബോട്ടത്തിൽ വരും. ഏകദേശം ഇത് തന്നെയാണ് വേർണന്റെ ആ ഒരു മോഡൽ ഓഫ് ഇന്റലിജൻസ് നമ്മൾ നോക്കിയാൽ. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് വേർണൻസ് മോഡൽ ഓഫ് ഇന്റലിജൻസ്. ഇത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ് ഈ ഒരു സ്ലൈഡിലുള്ളത്. ഇനി വേർണന്റെ ആ ഒരു ഹയറാർക്കിക്കൽ മോഡൽ പ്രൊപ്പോസ്ഡ് ബൈ ഫിലിപ്പ് ഇ വേർണൻ in 1963. This model builds on Spearman's G factor and Cattell's fluid, അല്ലെങ്കിൽ ജി എഫ് എന്ന് പറയാം, ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്. കാറ്റലിന്റെ ആണല്ലോ ഫ്ലൂയിഡും ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് അല്ലേ. അപ്പോ അദ്ദേഹം ഇവിടെ ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ചിരിക്കുകയാണ്. സ്പിയർമാന്റെ ജി ഫാക്ടർ ഉപയോഗിച്ച്, ഫ്ലൂയിഡ് ഇന്റലിജൻസും ഉപയോഗിച്ച്, ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസും ഉപയോഗിച്ചു എന്നുള്ളതാണ്. ആൻഡ് കീപ് ദിസ് ഇൻ മൈൻഡ്, 1963 അദ്ദേഹം ഈ ഒരു തിയറി പ്രൊപ്പോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഹയറാർക്കിക്കൽ തിയറി കൊണ്ടുവരുന്നത്. അപ്പൊ ഈ തിയറി ശരിക്കും ബേസിക്കലി എന്താ പറയുന്നത്, ഡിഫറെന്റ് ലെവൽസ് ആൻഡ് അണ്ടർലൈങ് സ്ട്രക്ചേഴ്സ്. അപ്പൊ ഈ ലെവൽസും സ്ട്രക്ചേഴ്സും കൂടിയാണ് കോഗ്നിറ്റീവ് പെർഫോമൻസിനെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ശരിക്കും പറയാം. അപ്പൊ ഈ വേർണന്റെ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഐഡിയലി ഇറ്റ് ബിക്കെയിം ദ കോർണർ സ്റ്റോൺ ഇൻ മെനി ഫീൽഡ്സ്. അപ്പോൾ സൈക്കോളജി, എഡ്യൂക്കേഷൻ, ഈ ഫീൽഡിലൊക്കെ ശരിക്കും ഒരു മൂലക്കല്ലായി മാറി വേർണന്റെ ഈ ഒരു തിയറി എന്ന് പറയുന്നത്. കാരണം ഇന്റലിജൻസിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഇന്റലിജൻസിനെ എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത്, ആൻഡ് ആ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു സൈക്കോളജിക്കൽ അസസ്മെന്റ്, സൈക്കോമെട്രിക് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നില്ലേ, ഈ സൈക്കോളജിക്കൽ അസസ്മെന്റിലൊക്കെ ഇന്റലിജൻസിനെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം ഇതിനകത്ത് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ വേർണന്റെ ഈ സ്ട്രക്ചറിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? കോഗ്നിറ്റീവ് എബിലിറ്റീസിനെ ഒരു 3 ലെവൽ ഹയറാർക്കി ഓഫ് സ്പെസിഫിസിറ്റി അല്ലെങ്കിൽ ജനറാലിറ്റി. ഒന്നുകിൽ അത് സ്പെസിഫിക് ആണെന്നും
അല്ലെങ്കിൽ അത് ജനറൽ ആണ്. ആ രീതിയിലാണ് ഈ ഒരു 3 ലെവൽ ഹയറാർക്കി ഇവിടെ വരുന്നത്. നേരത്തെ നമ്മൾ സ്പിയമെന്റ് നോക്കിയത് ജസ്റ്റ് ആ മൂന്നാമത്തെ ലെയറിനകത്ത് എന്താ പറയേണ്ടത്, സ്പെസിഫിക് എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് അവിടെ വരുന്നത്. ഇത് കംപ്ലീറ്റ് നമുക്ക് ഒന്ന് കേൾക്കുമ്പോഴത്തേക്ക് യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ ഡിഫറൻസ് എന്നുള്ളത്. അപ്പോൾ ഒരു 3 ലെവൽ ഹയറാർക്കി ഫോർമാറ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ആൻഡ് ഓരോ ലെവലും റെപ്രസെന്റ് ചെയ്യുന്നത് ഡിഫറെന്റ് ഡിഗ്രീസ് ഓഫ് കോഗ്നിറ്റീവ് ജനറാലിറ്റി ആണ്. അപ്പോൾ ഈ കോഗ്നിറ്റീവ് ജനറാലിറ്റിയുടെ ഡിഫറെന്റ് ഡിഗ്രീസ്. അപ്പൊ ഡിഫറെന്റ് ഡിഗ്രീസ് എന്ന് പറയുമ്പം എന്തുമാത്രം നന്നായിട്ട് അല്ലെങ്കിൽ എന്തുമാത്രം മോശമായിട്ട്, ആ മോശത്തിൽ നിന്ന് നന്നായിട്ട് എന്ന് നമ്മൾ പറയുന്നത് ലോവർ ടു ഹയർ എന്ന് പറയുന്നതാണ് ഈ ഡിഫറെന്റ് ഡിഗ്രീസ് ഓഫ് കോഗ്നിറ്റീവ് ജനറാലിറ്റി. അപ്പോൾ വെൻ വി സേ കോഗ്നിറ്റീവ് ജനറാലിറ്റി, വാട്ട് ഡു വി അണ്ടർസ്റ്റാൻഡ് ഫ്രം ദാറ്റ്, അല്ലെങ്കിൽ വാട്ട് ഷുഡ് വി അണ്ടർസ്റ്റാൻഡ്? സി, ജനറൽ ഇന്റലിജൻസ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ആ ജനറാലിറ്റി എന്ന് നമ്മൾ പറയാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഈ ലെവൽസിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്കുകൾ അവിടെ വരുന്നുണ്ട്, ജനറൽ ആയിട്ടുള്ള കോഗ്നിറ്റീവ് ഫങ്ഷൻ അവിടെ വരുന്നുണ്ട്, ആൻഡ് ദർ ഇസ് ഓൾസോ ആൻ ഓവർ ആർക്കിംഗ് ജനറൽ ഇന്റലിജൻസ് ഫാക്ടർ. അപ്പൊ ഇത് നമുക്ക് സ്പെസിഫിക് ആയിട്ട്, അപ്പൊ ആ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലുക്ക് അറ്റ് ദ ലോവർ ലെവൽ. ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ലെവലില് സ്പെസിഫിക് ആയിട്ടുള്ള എബിലിറ്റീസ് ആണ് അവിടെ ഉള്ളത്. സോ ലോവസ്റ്റ് ലെവൽ വേർണന്റെ ഹയറാർക്കിയിൽ അതിനകത്ത് സ്പെസിഫിക് കോഗ്നിറ്റീവ് എബിലിറ്റീസ് അവിടെ വരുന്നത്. ആൻഡ് ദീസ് ആർ കോൺക്രീറ്റ് ആൻഡ് സ്പെഷ്യലൈസ്ഡ്. അബ്സ്ട്രാക്ട് അല്ല, കോൺക്രീറ്റ് ആണ്. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ കാണാൻ കഴിയാത്തത്. സോ ദീസ് ആർ കോൺക്രീറ്റ് ആൻഡ് സ്പെസിഫിക് എബിലിറ്റീസ്, സ്പെഷ്യലൈസ്ഡ് എബിലിറ്റീസ് എന്നാണ്. ഈ എബിലിറ്റീസിനെ പ്രൈമറി ഗ്രൂപ്പ് ഫാക്ടേഴ്സ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. And these primary group factors, they represent competencies in specific areas. എന്താ പറയണ്ടേ? കോൺക്രീറ്റ് സ്കിൽസ് എന്നപോലെ വെർബൽ എബിലിറ്റി ആൻഡ് വിഷ്വൽ പെർസെപ്ഷൻ, അത് കോൺക്രീറ്റ് സ്കിൽസ് എന്നുള്ളതാണ് അതിനെ അവിടെ പറയുന്നത്. അതിന്റെ ഫീച്ചർ നോക്ക്, സ്പെഷ്യലൈസ്ഡ് എബിലിറ്റീസ് ഡെവലപ്ഡ് ത്രൂ ലേണിംഗ് ആൻഡ് എക്സ്പീരിയൻസ്, അസസ്ഡ് വയ നാരോ കോഗ്നിറ്റീവ് ടെസ്റ്റ്. അത് ടെസ്റ്റ് ചെയ്യുന്നത് നാരോ കോഗ്നിറ്റീവ് ടെസ്റ്റ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ പ്രൈമറി ഗ്രൂപ്പ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നതിനകത്ത് ആദ്യം വെർബൽ എബിലിറ്റി വരും. അപ്പൊ ദിസ് ഇസ് ദ എബിലിറ്റി, നമുക്ക് വാക്കുകൾ ഓർക്കാനും വാക്കുകൾ ഉപയോഗിക്കാനും സാധിക്കുന്നതാണ് വെർബൽ മെമ്മറി എന്ന് പറയുന്നത്. സോറി, ഈ ഫാക്ടേഴ്സ് പ്രൈമറി ഗ്രൂപ്പ് ഫാക്ടേഴ്സിൽ വരുന്നത് ആദ്യത്തേത് വെർബൽ മെമ്മറി. ഓക്കെ, വെർബൽ എബിലിറ്റി അല്ല, വെർബൽ മെമ്മറി ആണ് ഇതിനകത്ത് അവിടെ വരുന്നത്. സോ ദിസ് ഇസ് ദ എബിലിറ്റി ടു റീറ്റെയിൻ ആൻഡ് റീകോൾ വേർഡ്സ്. ഓക്കെ, മറ്റത് വരുന്നത് വെർബൽ ഫ്ലുവൻസി ആണ്. ആദ്യം വെർബൽ മെമ്മറി വന്നു, പ്രൈമറി ഗ്രൂപ്പ് ഫാക്ടേഴ്സിന്റെ കാര്യമാണ് ഞാൻ ഇവിടെ ഈ പറയുന്നത്. സ്പെസിഫിക് എബിലിറ്റീസ് ലോവസ്റ്റ് ലെവൽ ഓർത്തു വെച്ചോളുക. വെർബൽ ഫ്ലുവൻസി എന്താണ്? നമുക്ക് വാക്കുകൾ, അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് നമുക്കൊരു തടസ്സമില്ലാതെ വാക്കുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് വെർബൽ ഫ്ലുവൻസി എന്ന് പറയുന്നത്. ആൻഡ് മറ്റൊന്ന് വിഷ്വൽ പെർസെപ്ഷൻ ആണ്. നമ്മൾ കാണുന്നതിനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. നമ്മൾ കാണുന്ന എല്ലാം വിഷ്വൽ സ്റ്റിമുലസ് ആണല്ലേ, അതിനെ ഓർഗനൈസ് ചെയ്യുകയും അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് അതിൽ അർത്ഥം കാണാനും കഴിയുന്നു. അപ്പോൾ അവിടെയാണ് നമുക്ക് എന്താ പറയേണ്ടത്, പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുന്നത്. അല്ലെങ്കിൽ സ്പേഷ്യൽ റിലേഷൻഷിപ്പ് എന്താണെന്ന് അറിയാമല്ലോ, നമ്മളിൽ നിന്ന് എത്ര ദൂരെയാണ് ഒരു സംഗതി ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ ഒരു ബോധം നമുക്ക് വരുന്നത്. ഇനി അദ്ദേഹം ഇന്റർമീഡിയറ്റ് ലെവലാണ്, ഇതിപ്പോ ലോവർ ലെവൽ, നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നേ. ഇനി അടുത്തത് ഇന്റർമീഡിയറ്റ് ലെവലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ സെക്കൻഡറി ഗ്രൂപ്പ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ GF എന്നും പറയുന്നു. എഗെയിൻ ജനറൽ എബിലിറ്റീസ് തന്നെയാണ്, ഇപ്പൊ സെക്കൻഡറി ആണ് എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ നമ്മൾ പ്രൈമറി എബിലിറ്റീസ് ആണ് നേരത്തെ നമ്മൾ അവിടെ നോക്കിയത്, പ്രൈമറി ഗ്രൂപ്പ് ഫാക്ടേഴ്സ്. ഇവിടെ വരുന്നത് സെക്കൻഡറി ഗ്രൂപ്പ് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഇന്റർമീഡിയറ്റ് ലെവലില് അതിനകത്ത് പ്രധാനമായിട്ട് എന്താ പറയണ്ട, ജനറൽ കോഗ്നിറ്റീവ് എബിലിറ്റീസ്. ഇത് കുറെ കൂടെ ബ്രോഡർ ആണ്. നമ്മൾ താഴത്തെ തട്ടിൽ നോക്കിയത് കുറെ കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് കുറെ കൂടെ ബ്രോഡർ ആണ്, അത് സ്പെസിഫിക് അല്ല, പക്ഷേ സ്റ്റിൽ എന്താ പറയേണ്ടത്, ആ ഒരു ഹയസ്റ്റ് ലെവലിന്റെ അത്ര ജനറലും അല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ എബിലിറ്റീസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ there are multiple areas of mental functioning.
മൈൻഡിന്റെ ഫങ്ഷനിങ്ങിന്റെ മൾട്ടിപ്പിൾ ഏരിയാസ് അവിടെ വരുന്നത്. ആൻഡ് ഈ ഫങ്ഷനിങ് നമുക്ക് ആവശ്യമായിട്ടുണ്ട് ആ ഒരു ഹയർ ഓർഡർ കോഗ്നിറ്റീവ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടുന്ന എബിലിറ്റീസ് എന്തൊക്കെയാണ്? ഫ്ലൂയിഡ് റീസണിങ്. അപ്പൊ ഫ്ലൂയിഡ് റീസണിങ് എന്താ? GF എന്ന് നമ്മൾ പറഞ്ഞത്. ഫ്ലൂയിഡ് റീസണിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? നമുക്ക് മുൻപരിചയമില്ലാത്ത പ്രശ്നങ്ങളിൽ നമ്മൾ അകപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രയർ നോളജ് ഇല്ലാതെ പെട്ടെന്ന് നമ്മളൊരു പ്രശ്നത്തിൽ അകപ്പെട്ടാൽ നമുക്കതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. കുറെ കൂടെ ജനറിക് അല്ലേ, സ്പെസിഫിക് എബിലിറ്റി അല്ല അതിന്റെ മുകളിൽ വരുന്നത്. പിന്നെ വരുന്നത് വെർബൽ കോംപ്രിഹെൻഷൻ ആണ്. അപ്പൊ ഈ ഒരു ലെവലിൽ വരുന്നത് എന്താ? എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ലാംഗ്വേജ്, ലാംഗ്വേജിനെ മനസ്സിലാക്കുക. സ്പെസിഫിക് ആയിട്ട് വരുന്നത് ലാംഗ്വേജിന്റെ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുക. അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കിയത് എന്തൊക്കെയായിരുന്നു? വെർബൽ മെമ്മറി, വാക്കുകൾ ഓർത്തെടുക്കാനായിട്ട് കഴിയുക താഴത്തെ ലെവലില്. അതേപോലെ വെർബൽ ഫ്ലുവൻസി, നമുക്ക് കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ഇല്ലാതെ വാക്കുകൾ ഉപയോഗിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുക. ഇവിടെ വരുന്നത് കോംപ്രിഹെൻഷൻ ആണ്. കോംപ്രിഹെൻഷൻ, അണ്ടർസ്റ്റാൻഡിങ്, ആ കേൾക്കുന്ന വാക്കുകളെ മനസ്സിലാക്കി ആ വെർബൽ ഇൻഫർമേഷനെ നമുക്ക് പ്രോസസ് ചെയ്യാനായിട്ട് കഴിയുക. ആൻഡ് മറ്റൊരു ഘടകം ഇവിടെ പ്രോസസ്സിംഗ് സ്പീഡാണ്. അപ്പോൾ എബിലിറ്റി ടു ക്വിക്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി പ്രോസസ് ഇൻഫർമേഷൻ. അപ്പോൾ അതൊരു കഴിവ് തന്നെയാണ് അല്ലേ, പെട്ടെന്ന് ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് കൊണ്ടുപോകുക മുമ്പോട്ട്. അപ്പൊ ഇതും ജനറൽ എബിലിറ്റീസ് തന്നെയാണ്. സ്പെസിഫിക് എബിലിറ്റീസിനേക്കാളും കുറച്ചും കൂടെ ജനറിക് ആയിട്ടുള്ള എബിലിറ്റീസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ജനറൽ എബിലിറ്റീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ എക്സ്പ്ലെയിൻ വൈ സം ഇൻഡിവിജ്വൽസ് മേ പെർഫോം വെൽ അക്രോസ് എ റേഞ്ച് ഓഫ് കോഗ്നിറ്റീവ് ടാസ്ക്സ്. സ്പെസിഫിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹയർ ലെവൽ തിങ്കിങ് അല്ലെങ്കിൽ റീസണിങ് ആവശ്യമായിട്ടുള്ള ചില ടാസ്കുകളിൽ ചില ആൾക്കാർ നല്ലതുപോലെ പെർഫോം ചെയ്യും എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ ശരിക്കും നമ്മളെ കാണിക്കുന്ന എന്താണ്? ഒരു ലാർജർ അല്ലെങ്കിൽ ഒരു ബിഗർ ഡിഗ്രി ഓഫ് ജനറാലിറ്റി ആണ് ഇവിടെ ഈ കാണിക്കുന്നത്. സ്പെസിഫിക് ടാസ്ക് അല്ല ഇവിടെ കാണിക്കുന്നത്. ഒരു ജനറാലിറ്റിക്ക് ഇപ്പൊ കുറെ അധികം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ലാർജർ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തത് ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹയർ ലെവൽ അല്ലെങ്കിൽ ജനറൽ ഇന്റലിജൻസിന്റെ കോൺസെപ്റ്റ് ഇവിടെ വരുന്നത്. ഇപ്പൊ ഏകദേശം മനസ്സിലായി വരുന്നില്ലേ ആ ഒരു ഡിഫറൻസ് ഈ രണ്ടെണ്ണത്തിന്റെ കൂടെ നോക്കിയാൽ? അപ്പോ ആ ഹയസ്റ്റ് ലെവലില് ഈ വേർണന്റെ ഹയറാർക്കിയിൽ ഇസ് ദ ജനറൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ആ G ഫാക്ടർ തന്നെയാണ്. അപ്പൊ G ഫാക്ടർ ആണ് ആ ഒരു ഓവറോൾ കോഗ്നിറ്റീവ് എബിലിറ്റി അല്ലേ ആ ഒരു വ്യക്തിയുടെ. ഈ ലെവലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബ്രോഡായിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങൾ അവിടെ വരുന്നത്. ആൻഡ് ഒത്തിരി അധികം ജനറൽ ആയിട്ടുള്ള കോഗ്നിറ്റീവ് ഫങ്ഷൻസ്. അപ്പൊ ഇതിനകത്ത് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് വരുന്നത്. നേരത്തെ നമ്മൾ ഫ്ലൂയിഡ് ആണ് നോക്കിയത് താഴത്തെ ലെവൽ. ഇതിന്റെ മുകളിൽ വരുമ്പോഴത്തേക്ക് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് വരുന്നത് GC എന്ന് എഴുതുന്നത്. അപ്പോ ഈ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ച നോളജ് നമുക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് കഴിയുക, നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മുമ്പോട്ട് കൊണ്ടുവന്ന് ഉപയോഗിക്കാനായിട്ട് കഴിയുക. അപ്പം നമ്മൾ നേരത്തെ കൂട്ടി നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അക്യുമുലേറ്റഡ് നോളജ് അവിടെ വരുന്നത്, നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കുകൾ, വൊക്കാബുലറി അവിടെ വരുന്നത്, നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ് ഒക്കെ ഇവിടെ വരുന്നത്. ഇമോഷണൽ ഇന്റലിജൻസും ഇതിന്റെ ഭാഗം തന്നെയാണ്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവ്, ഇമോഷൻസിനെ മനസ്സിലാക്കാനും ഇമോഷൻസിനെ മാനേജ് ചെയ്യാനും നമ്മുടേതും മറ്റുള്ളവരുടേതും, അതാണ് ഇമോഷണൽ ഇന്റലിജൻസ്. അതും ടോപ്പ് ലെവലിലാണ് പോകുന്നത്. ആൻഡ് അദ്ദേഹം പറയുന്നത് അനുസരിച്ച് ക്രിയേറ്റിവിറ്റി, നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ക്രിയേറ്റിവിറ്റി. ടു തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്, ആ റെഗുലർ ആയിട്ട് തിങ്ക് ചെയ്യുന്നതിന് പകരം ഒന്ന് മാറി ചിന്തിക്കാനായിട്ടുള്ള ആ ഒരു കഴിവ്, ഇതൊക്കെ ശരിക്കും ആ ഒരു G ഫാക്ടറിൽ വരുന്നത്. സോ ശരിക്കും നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണാനായിട്ട് കഴിയുന്നില്ലേ രണ്ടിലും കൂടെ? നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ രണ്ട് തിയറിയും കൂടെ ഒറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ആ ഒരു ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ G ഫാക്ടർ, ഇപ്പൊ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് പോയി, ഈ G ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ശരിക്കും ഈ വൈഡ് റേഞ്ച് ഓഫ് കോഗ്നിറ്റീവ് ടാസ്ക് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, താഴേക്ക് വരുന്നതനുസരിച്ച് അതിനെയൊക്കെ സ്വാധീനിക്കുന്നത് ഈ G ഫാക്ടറിന്റെ സ്ട്രെങ്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനിപ്പോൾ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആയിരുന്നാലും സിമ്പിൾ ഓർ കോംപ്ലെക്സ് പ്രോബ്ലം സോൾവിങ് ആയിരുന്നാലും, അപ്പം വേർണന്റെ അഭിപ്രായ പ്രകാരം ഹയസ്റ്റ് ലെവൽ ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം എന്താണ്? ഇറ്റ് അണ്ടർലൈസ് ആൻഡ് ഇന്ററാക്ട്സ് വിത്ത് ഓൾ അതർ കോഗ്നിറ്റീവ് എബിലിറ്റീസ്. മറ്റെല്ലാ കോഗ്നിറ്റീവ് എബിലിറ്റീസിന്റെയും
ബേസിസ് എന്ന് പറയുന്നത് ഈ ഹയസ്റ്റ് ലെവൽ ഓഫ് ഇന്റലിജൻസ് ആണ്. ആൻഡ് അതാണ് മറ്റ് എല്ലാ എബിലിറ്റീസിനെയും പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഈ മോഡലിന്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എഡ്യൂക്കേഷണൽ ടെസ്റ്റിങ്ങിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ IQ ടെസ്റ്റ് ഒക്കെ ശരിക്കും ഈ ഒരു മോഡലിനെ ബേസ് ചെയ്തുകൊണ്ട് എന്നുള്ളതാണ്. കുട്ടികളുടെ കോഗ്നിറ്റീവ് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നോക്ക്. ഇപ്പൊ കുട്ടികളുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാക്കണം അവരുടെ വീക്ക് ഏരിയാസ് എന്താണ്, അവരുടെ സ്ട്രോങ് ഏരിയാസ് എന്താണ്, അത് മനസ്സിലാക്കുന്നതിന് ഇത് ഉപയോഗിക്കാം. സൈക്കോളജിക്കൽ അസസ്മെന്റിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നതിന് ഈ വേർണന്റെ ഹൈറാർക്കിക്കൽ മോഡൽ ഉപയോഗിക്കാം. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലും ഇത് ഉപയോഗിക്കാം. അപ്പോൾ ആ ജോബ് റോൾ എന്ന് പറയുന്നത് അവർക്കൊരു പുതിയ വ്യക്തിയെ വേണം, ആ വ്യക്തി വന്ന് അവിടെ ചെയ്യേണ്ടിയ പ്രവൃത്തികൾ, ആ പ്രവൃത്തികൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇനി ഇന്റർവ്യൂവിന് വരുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും നമ്മുടെ ജോബിൽ ആവശ്യമുള്ള എല്ലാ എബിലിറ്റീസും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അവർക്ക് അതിൽ കൂടുതൽ കാണും. അപ്പൊ നമുക്ക് ഈ ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ എബിലിറ്റീസ് അവർക്ക് ഉണ്ടോ ഇല്ലേ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ടെസ്റ്റ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ ഈ മോഡലിന് ഒരുപാട് അധികം ക്രിറ്റിസിസംസും വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് സിംപ്ലിഫിക്കേഷൻ ഓഫ് ഇന്റലിജൻസ് എന്നുള്ളതാണ്. അപ്പൊ ക്രിറ്റിക്സ് പ്രധാനമായിട്ട് ആർഗ്യൂ ചെയ്യുന്നത് ഇന്റലിജൻസ് ഇന്നത്തെ നിലയിൽ നമുക്കറിയാം അതൊരു മൾട്ടി ഫെസറ്റഡ് ഡൈനമിക് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഇന്റലിജൻസ് എന്നുള്ളത്. ആൻഡ് ഈ ഒരു സിമ്പിൾ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഉപയോഗിച്ച് അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് സംഗതികൾ നമുക്ക് പഠിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഒരു സൈഡിൽ നമുക്കറിയാം വേർണന്റെ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് തന്നെയാണ് അല്ലേ. പക്ഷേ ചില റിസർച്ചേഴ്സ് ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് ശരിക്കും ആ ഒരു ഹ്യൂമൻ ഇന്റലിജൻസിന്റെ കോംപ്ലക്സിറ്റിയെ സിംപ്ലിഫൈ ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. ആൻഡ് മറ്റൊരു സംഗതി അവർ പറയുന്നത് ആ നോൺ കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, മോട്ടിവേഷൻ, പേഴ്സണാലിറ്റി, ക്രിയേറ്റിവിറ്റി, നോൺ കോഗ്നിറ്റീവ്, അതിന് ഇവിടെ ഒരു റോൾ വന്നിട്ടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നില്ല എന്നുള്ളത്. അതേപോലെ ഒരു കൾച്ചറൽ ബയാസ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കൾച്ചറിലും ഒരു കോണ്ടെക്സ്റ്റുവൽ ബയാസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് മറ്റൊരു കീ ക്രിറ്റിസിസം ആണ് ഈ ഒരെണ്ണത്തിൽ. അപ്പൊ ചില റിസർച്ചേഴ്സ് ശരിക്കും പറയുന്നത് അല്ല, അവരുടെ ആ ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് മെന്റൽ എബിലിറ്റി ടെസ്റ്റ് വേർണന്റെ മോഡൽ ഉപയോഗിച്ച് നടക്കുകയാണെങ്കിൽ it can be influenced by socio-cultural environment of the individual. ആ ഒരു വ്യക്തിയുടെ സോഷ്യൽ കൾച്ചറൽ എൻവയൺമെന്റിന്റെ സ്വാധീനമുള്ളത് കൊണ്ട് വേർണന്റെ ടെസ്റ്റ് ഒരു പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് അവിടെ കൊണ്ടുവരില്ല എന്നുള്ളത്. അപ്പോൾ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ടെസ്റ്റ് ഒരു പക്ഷേ മറ്റൊരു സ്ഥലത്ത് ഉപയോഗിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ മറ്റൊരു ഏരിയയിൽ ഒരു ഇന്റലിജൻസ് അത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. പിന്നെ ഒരെണ്ണം പറയുന്നത് ഫ്ലൂയിഡിറ്റി ഓഫ് കോഗ്നിറ്റീവ് എബിലിറ്റീസ്. അപ്പൊ ഇവിടെ മോഡേൺ ആയിട്ടുള്ള റിസർച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്താണ് ശരിക്കും സജസ്റ്റ് ചെയ്യുന്നത്? കോഗ്നിറ്റീവ് എബിലിറ്റീസ് ആർ മോർ ഫ്ലൂയിഡ് ആൻഡ് ചേഞ്ചബിൾ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ വേർണന്റെ മോഡലിൽ പറയുന്നത് കോഗ്നിറ്റീവ് എബിലിറ്റീസ് അത്ര ചേഞ്ചബിൾ അല്ല എന്നുള്ളത്. കാരണം ഇന്റലിജൻസ് എന്ന് പറയുന്നത് അത് ഡെവലപ്പ് ചെയ്യാം ആൻഡ് ഓവർ ടൈം ഇറ്റ് വിൽ അഡാപ്റ്റ്. പ്രത്യേകിച്ചും ആ ഒരു ടാർഗറ്റഡ് എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുകയാണ്, കോഗ്നിറ്റീവ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ ചേഞ്ചസ് വരാം. അപ്പൊ വേർണന്റെ മോഡൽ ഇതിനെ കംപ്ലീറ്റ് അഡ്രസ് ചെയ്യുന്നില്ല എന്നാണ് ശരിക്കും അവിടെ ഉള്ള മറ്റൊരു പരാതി. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ കൺക്ലൂഡ് ചെയ്യാനാണെങ്കിൽ ഈ വേർണന്റെ ഹൈറാർക്കിക്കൽ മോഡൽ ഓഫ് ഇന്റലിജൻസ് അത് ഒരു ഫൗണ്ടേഷണൽ തിയറി തന്നെയാണ് ഹ്യൂമൻ ഇന്റലിജൻസ് പഠിക്കുന്നതിന്. കാരണം നമുക്കൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ലെയേർഡ് ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടുകയാണ് ശരിക്കും ആ കോഗ്നിറ്റീവ് എബിലിറ്റീസിന്റെ. ഇന്റലിജൻസിനെ ശരിക്കും സ്പെസിഫിക് ആയിട്ടും ജനറൽ ആയിട്ടും ബ്രോഡായിട്ടും കാറ്റഗറൈസ് ചെയ്തേക്കുക. സ്പെസിഫിക് ഏറ്റവും താഴെ, ജനറൽ അതിന്റെ മുകളിൽ, ബ്രോഡ് അതിന്റെയും മുകളിൽ. അതാണ് G ഫാക്ടർ അദ്ദേഹം ഇവിടെ എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോ എന്താ പറയേണ്ടത്, ഇത് ഓരോന്നും എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നതും എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ പെർഫോമൻസിനെ സ്വാധീനിക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇത്രയും അധികം പോരായ്മകൾ ആൾക്കാർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അത് സിമ്പിൾ ആണ്,
അതിനകത്ത് കൾച്ചറൽ ബയാസസ് ഉണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും വേണന്റെ ഈ മോഡൽ ഇന്നും ഒരു കീ ഫ്രെയിം വർക്ക് തന്നെയാണ് ശരിക്കും കരുതപ്പെടുന്നത് എഡ്യൂക്കേഷനിലും പ്രത്യേകിച്ചും സൈക്കോളജിക്കൽ അസസ്മെന്റ്സിലും നമ്മൾ നോക്കുകയാണെങ്കിൽ. ഓക്കെ, സോ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ ബൈ JP ഗിൽഫേർഡ്. ഓക്കെ, അപ്പൊ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് നമുക്ക് അടുത്ത പാർട്ടിൽ നോക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് പാർട്ട് ആൻഡ് യു എ ഗുഡ് ഡേ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സിന്, അതായത് ICDS സൂപ്പർവൈസറിന്റെ സ്റ്റഡി ഗ്രൂപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇതിന് മുന്നേ ഇറങ്ങിയിട്ടുള്ള പാർട്സിന്റെ ലിങ്കും ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതായത് പാർട്ട് 1, പാർട്ട് 2 അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. ഈ ഒരു പാർട്ടാണ് നിങ്ങൾ ആദ്യം കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് 1, പാർട്ട് 2 കണ്ട് എന്താ പറയട്ടെ കംപ്ലീറ്റ് ഐഡിയ അല്ലെങ്കിൽ ഒരു നോളജ് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഗെയിൻ ചെയ്യും. Once again, I would like to thank you very much for watching this part, and you have a great day. Thank you.